പാൻ ഇന്ത്യൻ ഒട്ടാകെ ആവേശം കൊള്ളിക്കാൻ കൽപ്പുള്ള ഇൻഡസ്ട്രിയാണ് കോളിവുഡ് എന്നറിയപ്പെടുന്ന തമിഴിലേത്. വിജയും രജനിയും ലോകേഷും അടക്കമുള്ള താരങ്ങൾക്കും സംവിധായകർക്കും കേരളത്തിൽ അടക്കമുള്ള സിനിമാ പ്രേക്ഷകരുടെ മേൽ വലിയ സ്വാധീനമാണ് ഉള്ളത്. എന്നാൽ 2026-ൽ വലിയ ഹിറ്റുകളൊന്നുമില്ലാതെ ബോക്സ് ഓഫീസിൽ യാതൊരു ചലനവും ഉണ്ടാക്കാതെ ബുദ്ധിമുട്ടുന്ന കാഴ്ചയ്ക്കാണ് സിനിമാ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. തമിഴിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ആരാധക പിന്തുണയുള്ള വിജയ് സിനിമാ ജീവിതം അവസാനിപ്പിക്കുന്നതോടെ വലിയ ഹൈപ്പിലെത്തിയ ജനനായകൻ സെൻസർ ബോർഡിന്റെ കുരുക്കിൽപ്പെട്ട് റിലീസ് മാറ്റിവെച്ചിട്ടാണ് തമിഴിലെ കഷ്ടകാലം ആരംഭിക്കുന്നത്. ശിവകാർത്തികേയൻ നായകനായ പരാശക്തിയും കാര്യമായൊന്നും തിയേറ്ററിൽ ചെയ്യാൻ സാധിച്ചിരുന്നുമില്ല. എന്നാൽ അടുത്ത 4 മാസത്തിനുള്ളിൽ വരാനിരിക്കുന്ന 4 വമ്പൻ പ്രോജക്റ്റുകളാണ് ഇപ്പോൾ സിനിമാ പ്രേമികളെ പുതിയ പ്രതീക്ഷ നൽകുന്നത്. റിലീസ് മാറ്റിവെച്ച് വിജയുടെ ജനനായകനും, സൂര്യയുടെ കറുപ്പ്, ധനുഷിന്റെ കര, സൂര്യയുടെ തന്നെ റോക്ക് ഹോം, വിശ്വനാഥൻ ആൻഡ് സൺസ് എന്നിവയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ലിസ്റ്റിലുള്ളത്. തമിഴ് സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് കര. പോർതൊഴിലിന് ശേഷം വിഘ്നേഷ് രാജ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ധനുഷാണ് നായകൻ. അനൗൺസ്മെന്റ് മുതൽ മികച്ച ഹൈപ്പുകാരയ്ക്ക് അപ്ഡേറ്റുകൾക്ക് സിനിമാ പേജുകളുടെ പ്രധാന ചർച്ച. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ടീസർ പുറത്തുവിട്ടു. ചിത്രത്തിൽ ധനുഷിന് പുറമെ മലയാളികളുടെ പ്രിയതാരം ജയറാമും സുരാജും മമിതയും ചിത്രത്തിൽ വേഷമിടുന്നു എന്ന ഫാക്ടറും ചിത്രത്തിന്റെ കേരളത്തിലെ മാർക്കറ്റ് വർദ്ധിപ്പിക്കുന്നുണ്ട്. RJ ബാലാജി സംവിധാനം ചെയ്ത മെയ് 14 തിയേറ്ററിലെത്തുന്ന സൂര്യയുടെ ബിഗ് ബജറ്റ് ചിത്രമാണ് കറുപ്പ്. ചിത്രത്തിൽ ഗാങ്സ്റ്ററായി വേഷമിടുന്ന സൂര്യയ്ക്ക് വർഷങ്ങളായ തന്റെ ഹിറ്റ് വരച്ചിലേക്ക് കറുപ്പിലൂടെ അവസാനിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് താരത്തിന്റെ ആരാധകർക്ക്. കഴിഞ്ഞ ദീപാവലിക്ക് ചിത്രമെത്തുന്നു എന്ന് അറിയിച്ചുവെങ്കിലും അവസാന നിമിഷം ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെക്കുന്നു. കറുപ്പിന് പുറമെ മമതയും സൂര്യയുടെയും നായകനായി എത്തുന്ന വിശ്വനാഥ് ആൻഡ് സൺസും ബോക്സ് ഓഫീസിൽ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ചിത്രത്തിന്റെ കഴിഞ്ഞയാഴ്ച പുറത്തുവന്ന ടീസറും വലിയ സ്വീകാര്യത ലഭിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും വിജയുടെ അവസാന ചിത്രമായ ജനനായകൻ തിയേറ്ററിൽ എത്തുന്നത് എന്നതാണ് പുറത്തുവരുന്ന വിവരം. ഇതിനോടൊപ്പം മാറ്റിവെച്ച യശിന്റെ ടോക്സിക്കും കൂടി എത്തുമ്പോൾ കോളിവുഡിലെ ബോക്സ് ഓഫീസിലെ പ്രതാപം വീണ്ടെടുക്കുന്നതിൽ സംശയമൊന്നും കാണില്ല.